ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയും നീതിയെയും കുറിച്ച് നമുക്ക് പ്രകീർത്തിക്കാം. ഇന്നത്തെ എല്ലാ ആഘോഷവേളകളിലും ദൈവത്തിൻ്റെ കാരുണ്യം കീർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നത് നിഷ്കളങ്കമായ മാർഗത്തിൽ നാം ഏവരും ചരിക്കുന്നതിനാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നമ്മുടെ സ്വപ്നങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കുന്നതിന് വേണ്ടി വലിയ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സ് നമ്മുടെ മേൽ തുറന്നു ലഭിക്കുന്നതിന് വേണ്ടി ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്ക് തുണയായിരിക്കുകയും ചെയ്യും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 101. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും. കർത്താവേ, ഞാൻ അങ്ങേക്ക് കീർത്തനം ആലപിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരിക? ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവെക്കുകയില്ല. വഴി പിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല. ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും. അവർ എന്നോടൊത്ത് വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും. കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കരുണയെയും നീതിയെയും കുറിച്ച് ഞങ്ങൾ കീർത്തിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകൾ അവിടുന്ന് തുറന്നു തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അന്ധകാര ശക്തികളെ ദൂരെ അകറ്റി ദൈവത്തിൻ്റെ പ്രകാശത്താൽ, ദൈവത്തിൻ്റെ പുതു ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബത്തെ, ഭവനത്തെ, കുടുംബാംഗങ്ങളെ, വസ്തുവകകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ നിന്ന് രോഗപീഠകൾ വിട്ടകന്ന് പൈശാചിക പീഠകൾ ഇല്ലാതാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്നും ഉന്നതത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കുടുംബത്തിൽ ഓരോ അംഗങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കർത്താവേ, ഈ സമയം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നതിന് ഞങ്ങളെല്ലാ കുടുംബാംഗങ്ങളും പരിശ്രമിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ ആഘോഷവേളകളെയും ചടങ്ങുകളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആഘോഷവേളയിൽ അവിടുന്ന് ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി, ഞങ്ങളുടെ കുടുംബനാഥനായി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ചൈതന്യം പരത്തുന്നവനായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും സമൃദ്ധിയായ എൻ്റെ കർത്താവേ, എല്ലാവിധ
അനുഗ്രഹങ്ങളുടെയും അഭിവൃദ്ധിയുടെയും ഉറവിടമായ ദൈവമേ, ഇന്ന് എൻ്റെ ഭവനത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ വീണ്ടെടുക്കുന്നതിന്, എൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നുപോയ സമാധാനം വീണ്ടെടുക്കുന്നതിന്, എൻ്റെ ഭവനത്തിൽ നിലനിൽക്കുന്ന കഷ്ടപ്പാടുകൾ മാറുന്നതിന്, എൻ്റെ കർത്താവേ, ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് എൻ്റെ ഭവനത്തിൽ വസിക്കണമേ. അങ്ങ് എൻ്റെ കുടുംബത്തിൻ്റെ നാഥനായി എന്നും എന്നേക്കും വാഴണമേ. എൻ്റെ കുടുംബത്തിൽ നിന്ന് ചതിയും വഞ്ചനയും നുണപറച്ചിലും വിമർശനങ്ങളും ഏഷണിയും പരദൂഷണവും അസൂയയും എടുത്തുമാറ്റി എൻ്റെ കർത്താവത്തെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അഭിവൃദ്ധിപ്പെടുത്തണമേ. എൻ്റെ കുടുംബം എപ്പോഴും ദൈവത്തിൻ്റെ ആലയമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായതുപോലെ ഞങ്ങളുടെ കുടുംബവും ദൈവത്തിൻ്റെ ഭവനമായി മാറുന്നതിന്, എല്ലാ അനുഗ്രഹങ്ങളുടെയും സ്രോതസ്സായി മാറുന്നതിന്, സകല നന്മകളുടെയും ഉറവിടമായി ഞങ്ങളുടെ കുടുംബം ആയിത്തീരുന്നതിന് എൻ്റെ കർത്താവേ, ഇന്നും എന്നേക്കും അങ്ങ് ഞങ്ങളോടൊപ്പം വസിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ നിന്ന് രോഗപീഠകൾ അകറ്റി ഞങ്ങൾക്കെല്ലാവർക്കും ശാരീരികമായും മാനസികമായും വൈകാരികമായും പൂർണ്ണ ആരോഗ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹീതമായ നിമിഷം അങ്ങയോടൊപ്പം മാത്രമേ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോനാഥ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രകാശമായി, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമായി എപ്പോഴും നീ വാഴണമേ. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അന്ധകാരത്തെയും എടുത്തുമാറ്റി ഭവനത്തിലുള്ള, കുടുംബത്തിലുള്ള, കുടുംബാംഗങ്ങളിലുള്ള അന്ധകാര ശക്തികളെ വിട്ടകറ്റി ഞങ്ങളെ ഓരോരുത്തരെയും സമാധാനത്തിൻ്റെ ദൂതന്മാരായി മാറ്റണമേ. കർത്താവായ യേശുവേ, സമാധാനത്തിൻ്റെ പുത്ര, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവിക സമാധാനം ഇന്നത്തെ ദിവസം ഞങ്ങൾ അനുഭവിക്കുന്നതിന് സമാധാനത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും അവിടുന്ന് വാഴണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ശക്തി തരണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. പഠിക്കാനുള്ള താല്പര്യവും ശുഷ്കാന്തിയും നൽകി പഠിക്കുന്നത് മനസ്സിലാകുവാനും ഓർമ്മയിൽ വെക്കുന്നതിനും അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ പരീക്ഷ എഴുതുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. കർത്താവെ, കൂടെയിരുന്ന് അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. PR വേണ്ടി അപേക്ഷിച്ചിട്ട് വർഷങ്ങളായി ലഭിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശ ജോലിക്കും പഠനത്തിനും വേണ്ടി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ കടബാധ്യതകളും കഷ്ടപ്പാടുകളും കാരണം മക്കളുടെ പഠനത്തെ അത് ബാധിച്ചിരിക്കുന്നതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ പഠനത്തിന് വേണ്ടി പോകുന്ന മക്കളുടെ മാതാപിതാക്കളുടെ അവസ്ഥയെ സമർപ്പിക്കുന്നു. കടബാധ്യതകളും സാമ്പത്തിക ദുരിതങ്ങളാലും കഴിയുന്ന ഈ മാതാപിതാക്കൾക്ക് അവിടുന്ന് വഴികാട്ടിയായിരിക്കണമേ. ദൈവമേ, ദുർവാശിയുള്ള മക്കളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മാതാപിതാക്കളെ സഹായിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം സമൃദ്ധിയുടെ ദിവസമായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആഘോഷവേളകളിലും ചടങ്ങുകളിലും അവിടുന്ന് സന്നിഹിതനായി ഞങ്ങൾക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹങ്ങളുടെ നീർച്ചാലായി, സൗഖ്യത്തിൻ്റെ ഉറവിടമായി കർത്താവെ, വൈദ്യനായ ഈശോയെ, അവരെ സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ചകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കലഹത്തെയും അസമാധാനത്തെയും സമർപ്പിക്കുന്നു. കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളുടെയും
പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് അസാധ്യമായ ഒന്നും ഈ ലോകത്തിലില്ല. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ കരകയറ്റണമേ. ഞങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബപരമായ ജീവിതത്തെയും കാത്തുകൊള്ളണമേ. കർത്താവേ, മഴത്തുള്ളി പോലെ അങ്ങയുടെ അനുഗ്രഹം ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ നിറയട്ടെ. കർത്താവേ, ഞങ്ങളുടെ വാക്കുകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. വാക്കുകൾ കൊണ്ട് പാപം ചെയ്യാൻ ഞങ്ങളെ ഇടയാക്കല്ലേ. ഞങ്ങളുടെ അധരം കൊണ്ട്, നാവുകൊണ്ട് ഒരിക്കലും പാപം ചെയ്യാൻ ഞങ്ങൾക്ക് ഇടയാക്കല്ലേ. ദൈവമേ, ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും നീ വിശുദ്ധീകരിച്ച് പോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും നിറയുന്നതിനും അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ മക്കളുടെ വിവാഹങ്ങൾ നടക്കാഞ്ഞിട്ട് ദുഃഖിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം നിശ്ചയിച്ചിട്ടും സാമ്പത്തികമൊന്നും റെഡിയാകാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തക്കതായ ഇണകളെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ വിവാഹം മാറിപ്പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തെറ്റായ പ്രേമബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ തെറ്റായ സ്നേഹബന്ധങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മക്കൾ ആരുടെയും ചതിവിലും വഞ്ചനയിലും ചെന്നുപെടാതെ ദൈവത്തിൻ്റെ മഹത്വം തേടുന്നതിനും ദൈവഹിതം അന്വേഷിക്കുന്നതിനും ദൈവഭയത്തോടെ, ദൈവഭക്തിയോടെ, ദൈവിക ചൈതന്യത്തോടെ ജീവിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ മക്കളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണിയായിരിക്കണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ച് ദൈവകൃപയുടെ സമൃദ്ധിയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. സകല നന്മകളാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്നെല്ലാ തിന്മയുടെ സ്വഭാവങ്ങളും എടുത്തു മാറ്റി ദൈവിക സ്വഭാവത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ദൈവം നൽകുന്ന സമൃദ്ധിയെ, അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ എൻ്റെ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിതാവസാനം വരെ ജീവിക്കുന്നതിന് നിഷ്കളങ്ക മാർഗം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും, ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും കൃപയുടെ നീർച്ചാലായി, അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായി, സകല നന്മകളുടെയും അഭിവൃദ്ധിയുടെയും സമൃദ്ധിയായി നിങ്ങളുടെ കൂടെ വാഴട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സൗഖ്യവും വിടുതലും നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ. ദൈവത്തിൻ്റെ സമാധാനം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.